കേരളത്തിലെ ജനവാസ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ സർപ്പയ്ക്ക് 4 വർഷം. ഈ കാലയളവിനുള്ളിൽ 48,000-ൽ പരം പാമ്പുകളെയാണ് സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ ഇടങ്ങളിൽ തുറന്നുവിട്ടത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ പാമ്പുകടി മരണങ്ങൾ ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് വനത്തിന് പുറത്താണെന്ന വസ്തുതയാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിക്കാൻ സർക്കാരിനെയും വനം വകുപ്പിനെയും പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷമായി സർപ്പ മൊബൈൽ ആപ്പും സർപ്പ വോളണ്ടിയർമാരുടെ സേവനവും കേരളത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ തന്നെ 48,000-ൽ പരം വിവിധയിനം പാമ്പുകളെയാണ് സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ ഇടങ്ങളിൽ തുറന്നുവിട്ടത്. ഇതുമൂലം പാമ്പുകടിയേറ്റുണ്ടാകുന്ന അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സർപ്പയിലൂടെ സാധിച്ചിട്ടുണ്ട്. 2019-ൽ 123 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടത്. എന്നാൽ സർപ്പ പദ്ധതിയുടെ 4 വർഷം കൊണ്ട് അപകടങ്ങൾ ഗണ്യമായി കുറച്ച് 2024-ൽ 30 മരണമായി പരിമിതപ്പെടുത്തി. വനം വകുപ്പ് ഇതുവരെ 6,000-ഓളം പേർക്ക് പരിശീലനം നൽകുകയും അതിൽ 2,800 പേർക്ക് പാമ്പുകളെ പിടികൂടുന്നതിനുള്ള നിയമപരമായ ലൈസൻസ് നൽകിയിട്ടുണ്ട്. ഇവരുടെ സേവനം 24 മണിക്കൂറും സംസ്ഥാനത്ത് ലഭ്യമാണ്. ഇതിനോടൊപ്പം സർക്കാർ ആവിഷ്കരിച്ച പാമ്പു വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിയിലൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ പാമ്പുകടിയേറ്റ മരണങ്ങൾ പൂർണ്ണമായും തടയുകയും അടുത്ത 2 വർഷത്തിനുള്ളിൽ മരണങ്ങൾ പകുതിയായി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.